ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന്റെ ഡൗൺ സൈക്കിൾ എപ്പോൾ അവസാനിക്കും? കഴിഞ്ഞ 1.5 വർഷമായിട്ട് സ്മോൾ ക്യാപ് ഫണ്ട്സ് നെഗറ്റീവ് റിട്ടേൺസ് ആയിരുന്നോ? പക്ഷേ ഇവിടെ വാരൻ ബഫറ്റ് പറഞ്ഞ പോലെ പ്രൈസ് വോളറ്റിലിറ്റി അല്ല റിസ്ക്, പെർമനന്റ് ക്യാപിറ്റൽ ലോസ് ആണ് ഇവിടെ റിസ്ക്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: വോളറ്റിലിറ്റിനെ നിങ്ങൾ ഭയപ്പെടരുത്, മറിച്ച് അതിലെ അവസരങ്ങൾ നിങ്ങൾ നോക്കണം, അതുപോലെ നിങ്ങൾ അതനുസരിച്ച് റിസർച്ച് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അട്രാക്റ്റീവ് വാല്യൂഷനിൽ നിലവിൽ ട്രേഡ് ചെയ്യുന്ന 5 സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഡേറ്റ വഴി നമുക്ക് സ്മോൾ ക്യാപ്പിന്റെ നേച്ചർ ഒന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഫേസ് വരുന്നത് 2018 നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഫെബ്രുവരി 2020 വരെ ഷാർപ്പ് ഫാൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു പീരീഡിൽ സ്മോൾ ക്യാപ് ഫണ്ട്സ് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 40 മുതൽ 60% നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം രണ്ടാമത്തെ ഫേസ് വരുന്നത് മാർച്ച് 2020 മുതൽ സെപ്റ്റംബർ 2024 വരെ ഒരു സ്ട്രോങ് റാലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്മോൾ ക്യാപ് ഫണ്ട്സ് 400 മുതൽ 800% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫേസ് വരുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഉള്ളത്. അപ്പോൾ സ്മോൾ ക്യാപ്പിൽ ആ ഒരു പെയിൻ നമുക്ക് വിസിബിൾ ആണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നതിന്റെ ഐഡിയ സിമ്പിൾ ആണ്. സ്മോൾ ക്യാപ് ഫണ്ട്സ് പൊതുവെ വോളറ്റൈൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 ഇയർ ഹൊറിസോൺ വെക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് സാന്ത ടെക്നോളജീസ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി 2 വീലേഴ്സ് 4 വീലേഴ്സും ഓഫ് ഹൈവേ വെഹിക്കിൾസ്, അതായത് ട്രാക്ടർ പോലെയുള്ളതിനായിട്ട് കോമ്പോണൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ പ്രൊഡക്ട്സ് ലോക്സും മിറേഴ്സ് ആണ് വരുന്നത്. ഒരു ടിപ്പിക്കൽ 2 വീലറിന് അറൌണ്ട് 5 ലോക്കിംഗ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് സ്റ്റിയറിംഗ്, ഇഗ്നിഷൻ, ഫ്യൂവൽ ക്യാപ്, സീറ്റ്, ടൂൾ ബോക്സ്, അതുപോലെ ഹെൽമെറ്റ് ലോക്സും. അപ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് കൂടുതലും ഓട്ടോ വോളി അനുസരിച്ചാണ്. അതുപോലെ അവരുടെ പ്രൊഡക്ട്സിന്റെ സിംപ്ലിസിറ്റി കാരണം പ്രൈസിംഗ് പവർ ഒരുപാട് സ്ട്രോങ് അല്ല. എന്നാൽ ഇപ്പോൾ കമ്പനി ബിസിനസ്സിൽ വലിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവർ ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ലൈക്ക് അലുമിനിയം ഡൈകാസ്റ്റിംഗ്, ഷീറ്റ് മെറ്റൽസ്, അതുപോലെ കീലെസ് സ്മാർട്ട് ലോക്സിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ കാണുന്ന പോലെ കമ്പനിയുടെ ട്രഡീഷണൽ ലോക്കിംഗ് സെഗ്മെന്റ് റവന്യൂ ഷെയർ ഇവിടെ ഗ്രാജുവലി ഇവിടെ കുറയാണ്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ എമർജിംഗ് സെഗ്മെന്റ് ഷെയർ, അതായത് ഷീറ്റ് മെറ്റൽസ്, അതുപോലെ ഡൈകാസ്റ്റിംഗ് ഇവിടെ കൺസിസ്റ്റന്റ്ലി കൂടുകയാണ്. ഇപ്പം നമ്മളിവിടെ വാല്യൂഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പി അറൌണ്ട് 16.8x ആണ്. അതുപോലെ ഹിസ്റ്റോറിക്കൽ മീഡിയനായ 22.3x താഴെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 35% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് PG റേഷ്യോ എന്ന് 0.48x ആണ്. അപ്പോൾ ഇത് കറന്റ് വാല്യൂഷൻ ഇവിടെ റീസണബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ 9 മന്ത് എനി ഫൈനാൻഷ്യൽ 2026 റിസൾട്ട്സ് നമ്മൾ നോക്കിയാൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 23.5% വളർന്ന് 3545 കോടിയായി. സെയിം ടൈമിൽ അവരുടെ എബിറ്റ 26.7% വളർന്ന് 368.13 കോടിയായി. അതുപോലെ എബിറ്റ മാർജിൻ അറൌണ്ട് 10% സ്റ്റേബിൾ ആയിട്ട് നിന്നു. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ മാനേജ്മെന്റ് 2 മെയിൻ ടാർഗറ്റ് ഉണ്ട്. ആദ്യത്തെ അടുത്ത 2 വർഷത്തിൽ എബിറ്റ മാർജിൻ 11% ഇംപ്രൂവ് ചെയ്യാം. ഇപ്പൊ നിലവിൽ 8 മുതൽ 10% റേഞ്ചിലാണുള്ളത്. അതുപോലെ ROC 18% എത്തിച്ചുകൊണ്ട് ക്യാപിറ്റൽ എഫിഷ്യൻസി കൂട്ടുക. നിലവിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 12% ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ റിസ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റിസ്ക് വരുന്നത് ഓവർസീസ് ബിസിനസ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂലേക്ക് 9% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ സ്ലോ ഡൗൺ കാരണം യൂറോപ്യൻ സെഗ്മെന്റ് ലോസിലാണ്. ഇത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് പീരീഡിലായിട്ട് കമ്പനിയുടെ റിസീവബിൾ ടേൺ ഓവർ, അതുപോലെ ഇൻവെന്ററി ടേൺ ഓവറും ഡിക്ലൈനിങ് ആയിരുന്നു. അപ്പോൾ ഇത് ക്യാഷ് കൺവേർഷൻ സൈക്കിളിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കമ്പനീനെ പറ്റി പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ഇലക്ട്രിക് മോട്ടോർ, ട്രാക്ടർ, ട്രെയിൻ, അതുപോലെ വിൻഡ് ടർബൈനിലും ഒരു കോമൺ കോമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പോണന്റ് ഒരു ചെറിയ പീസ് മെറ്റലാണ്, ലാമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അതിന്റെ മാനുഫാക്ചർ ആരാണ്? അപ്പോൾ ഈ ഒരു കമ്പനിയാണ് പിറ്റി എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്റ്റീൽ ലാമിനേഷൻ മാനുഫാക്ചർ ആണ്. അത് മാത്രമല്ല ഇപ്പം കമ്പനി മെഷീൻ കാസ്റ്റിംഗ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതായത് ട്രെയിൻസ്, അതുപോലെ ടർബൈൻസിൽ യൂസ് ചെയ്യുന്ന ഹെവി മെറ്റൽ പാർട്സ്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ കസ്റ്റമർ ബേസിൽ വരുന്നതാണ് സീമെൻസ്, ABB, ടാറ്റ, ബെൽ, കാറ്റർപില്ലർ, സുസ്ലോൺ, അതുപോലെ 100ലധികം മുൻനിരയിലുള്ള കസ്റ്റമേഴ്സും. ഇപ്പോൾ 9 മന്ത് എനി ഫൈനാൻഷ്യൽ 2026 പ്രകാരം കമ്പനിയുടെ എക്സ്പോർട്ട് റവന്യൂ ഷെയർ 28% ആണ്. ഇനി നമ്മൾ ഇവരുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പി അറൌണ്ട് 24.5x ആണ്. അതുപോലെ ഹിസ്റ്റോറിക്കൽ മീഡിയനായ 24.5x അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 33% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ PG വരുന്നത് 0.74x ആണ്. അപ്പോൾ ഇത് കറന്റ് വാല്യൂഷൻ റീസണബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ 9 മന്ത് എനി ഫൈനാൻഷ്യൽ 2026 റിസൾട്ട്സിൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 14% വളർന്ന് 1411 കോടിയായി. അതേസമയത്ത് അവരുടെ എബിറ്റ 26% വളർന്ന് 241 കോടിയായി. അതുപോലെ എബിറ്റ മാർജിൻ 15.5% 17% ഇംപ്രൂവ് ആയി. അപ്പോൾ മാർജിനിൽ ഈ ഒരു ഇംപ്രൂവ്മെന്റ് വന്ന് ബെറ്റർ പ്രൊഡക്റ്റ് മിക്സിൽ നിന്നാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ മാനേജ്മെന്റ് 150 കോടിയുടെ ഒരു ക്യാപെക്സ് പ്ലാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഇൻക്രിമെന്റൽ റവന്യൂ വരുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഡേറ്റാ സെന്റർ കപ്പാസിറ്റി 1.5 ഗിഗാവാട്ട് എത്തി.
അപ്പോൾ ഇത് കൂളിംഗ് മോട്ടറിന്റെ ഡിമാൻഡ് സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഡേറ്റാ സെന്റർ സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ ഷെയർ മുന്നത്തെ ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2.7% Q3 FY26 3.7% കൂടിയിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 25-30% ഗ്രോത്ത് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക്കും അതുപോലെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. BIS സർട്ടിഫൈഡ് സ്റ്റീൽ ഇമ്പോർട്ട്സിന്റെ അൺസർട്ടനിറ്റീസ് കാരണം കമ്പനിക്ക് വലിയൊരു ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റിൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം ഷോർട്ട് ടേം ഡെറ്റിലേക്കുള്ള ഡിപ്പെൻഡൻസ് കൂടുന്നുണ്ട്. സോ ഇത് ഡെറ്റ് ലെവൽ അതുപോലെ ഇൻട്രസ്റ്റ് കോസ്റ്റ് രണ്ടും ഇവിടെ കൂട്ടുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി വന്ന് കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് ആണ്. അപ്പോൾ ഇവിടെ കമ്പനി ബോട്ടം ഓഫ് പിരമിഡ് എന്ന സെഗ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ലാറ്റിൻ അമേരിക്കയും ഫ്രാങ്കോഫോൺ ആഫ്രിക്ക പോലുള്ള അണ്ടർ സെർവ്ഡ് മാർക്കറ്റ്സിൽ. അപ്പോൾ ഇവിടെ വേറെ വലിയ കമ്പനീസ് റിലേറ്റീവ്ലി കുറവാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് റവന്യൂ ഷെയർ 76%, അതേസമയത്ത് US 20% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആഫ്രിക്ക 4%. മുമ്പ് കമ്പനി ബേസിക് ജനറിക്സ് ആയിരുന്നു ഇവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ കമ്പനി ഹൈ മാർജിൻ കോംപ്ലക്സ് ഡ്രഗ്സ് അതുപോലെ ബ്രാൻഡഡ് ജനറിക്സിലേക്ക് ശ്രദ്ധ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രാൻഡഡ് ജനറിക്സിന്റെ റവന്യൂ ഷെയർ 2015 ഫൈനാൻഷ്യലിൽ 5%, 2025 ഫൈനാൻഷ്യലിൽ 25% കൂടി. അപ്പോൾ കമ്പനി അവരുടെ മെഡിസിൻസിന്റെ 60% ഇൻഹൗസ് ആയിട്ട് തന്നെയാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ 40% അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലൈക്ക് ചൈന പോലെയുള്ള പാർട്ട്നേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം വാല്യുവേഷൻ അവർ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ P 20.9x ആണുള്ളത്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ മീഡിയനായ 22.2x താഴെയാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 21% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ PG റേഷ്യോ എന്ന് 0.97x ആണ്. അപ്പോൾ ഇത് കറന്റ് വാല്യുവേഷൻ റീസണബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 10.6% വളർന്ന് 1587 കോടിയായി. അതേസമയത്ത് എബിറ്റ 17% വളർന്ന് 644 കോടിയായി. അതിൽ എബിറ്റ മാർജിൻ 36.5% നിന്ന് 38.5% ഇംപ്രൂവ് ആയി. ആനുവൽ ബേസിസിൽ കമ്പനിയുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. 2021 ഫൈനാൻഷ്യലിൽ 31% 2025 ഫൈനാൻഷ്യൽ 34%. അതുപോലെ ഇപ്പം TTM ബേസിൽ അറൌണ്ട് 35%. അപ്പോൾ ഇതിന് ബേസ് ചെയ്ത് മാനേജ്മെന്റ് സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം അവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് 3 വർഷങ്ങൾക്ക് മുമ്പ് റവന്യൂന്റെ 43% ഉണ്ടായിരുന്നു, ഇപ്പോൾ 39% ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെയിൻ ടാർഗറ്റ് അടുത്ത 2-3 വർഷത്തിൽ ചില്ലി അവരുടെ ടോപ്പ് 5 മാർക്കറ്റ്സിൽ വരണം എന്നാണ്. $10 മുതൽ $15 മില്യൺ ആനുവൽ റവന്യൂ കോൺട്രിബ്യൂഷൻ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട്. ഇനി അടുത്ത 12 മാസത്തിൽ കമ്പനി 12 മുതൽ 13 പുതിയ മെഡിസിൻസ് അതിൽ റെഡി ഇഞ്ചക്ഷൻ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് അത് അപ്രൂവലിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ 2028 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി ഇപ്പൊ നമ്മൾ ഇവരുടെ റിസ്ക് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് കോൺഫറൻസ് കോൾ പറഞ്ഞ ഇതാണ്, ഓങ്കോളജി API ഫെസിലിറ്റി തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് Q1 FY27 പക്ഷെ അതിപ്പോൾ ഡിലേ ആയി Q3 FY27 മാറി. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം തമിഴ്നാട്ടിലെ എഞ്ചിനീയറിംഗ് ടാലന്റിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് സ്കിൽഡ് എഞ്ചിനീയേഴ്സിനെ കമ്പനിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ല. സോ ഇതുപോലുള്ള ഇഷ്യൂസ് കാരണം പ്രൊജക്ട് എക്സിക്യൂഷൻ റിസ്ക് ഇപ്പോഴും ഉണ്ട്. അത് ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ കമ്പനി ഇപ്പം അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 40% വരെ ചൈനയിൽ നിന്നാണ് APSനെ അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതൊരു റിസ്ക് ആണ്, കാരണം ഇപ്പൊ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടെങ്കിൽ സപ്ലൈനെ അത് ബാധിക്കും. അതുപോലെ ഇവിടെ കോസ്റ്റും കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനി വരുന്നത് ഇന്ററാക്ട് ബിൽഡിംഗ് സൊല്യൂഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകളൊക്കെ റെഡിമെയ്ഡ് ഫർണിച്ചർ വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ വെച്ച് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതുപോലെ ഇന്ററാക്ട് വലിയ ബിൽഡിംഗ് സ്റ്റീൽ പാർട്സ് ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഓൺ സൈറ്റിൽ അസംബിൾ ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നതാണ് പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ്സ് അല്ലെങ്കിൽ PEB. അപ്പോൾ ഇത് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഇന്റഗ്രേറ്റഡ് PEB പ്ലെയർ ആണ്. അപ്പോൾ കമ്പനിയുടെ സ്റ്റീൽ പ്രൊഡക്ട്സ് വെയർ ഹൗസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, അതുപോലെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വാല്യൂഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ P 22.8x ആണ്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ മീഡിയനായ 27.7x താഴെയാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 85% പ്രോഫിറ്റ് CAGR ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് PG വരുന്നത് 0.27x ആണ്. അപ്പോൾ ഇത് കറന്റ് വാല്യൂഷൻ ഇവിടെ റീസണബിൾ ആക്കുന്നുണ്ട്. ഇപ്പോൾ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 41% വളർന്ന് 1394 കോടിയായി. അതേസമയത്ത് ഇവരുടെ എബിറ്റ 41% വളർന്ന് 123 കോടിയായി. അതിൽ മാർജിൻ 9% ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിന്നു. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഗ്രോത്തിന്റെ മെയിൻ റീസൺ മാനുഫാക്ചറിംഗ്, റിന്യൂവബിൾസ്, അതിൽ ഡേറ്റാ സെന്റർ പോലെ ഇൻഡസ്ട്രീസ് എന്നുള്ള വലിയ പുതിയ ഓർഡേഴ്സ് ആണ്. അപ്പോൾ ജാനുവരി 2026 പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് 1685 കോടിയിൽ നിന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 115%. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നോക്കാം. 2026 ഫൈനാൻഷ്യലിലേക്ക് അവർ 1900 കോടിയുടെ റവന്യൂ ടാർഗറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതേസമയത്ത് കമ്പനി 2028 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 2500 കോടി റവന്യൂ നേടാനാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് 2025 മുതൽ 2028 ഫൈനാൻഷ്യൽ വരെ അറൌണ്ട് 20% CAGR ആണ്. സോ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഗൈഡൻസ് ഇവിടെ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പനിയുടെ കപ്പാസിറ്റി പെട്ടെന്ന് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നിലവിൽ 1.6 ലാക്ക് ടൺസിൽ നിന്ന് 2027-28 ഫൈനാൻഷ്യലിൽ 3 ലാക്ക് ടൺസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്.
ഇവിടുത്തെ മെയിൻ റിസ്ക് ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലയന്റ് ക്യാപെക്സ് അതിലെ എക്കണോമിക് സൈക്കിൾ അനുസരിച്ചാണ്. അതേസമയത്ത് റോ മെറ്റീരിയൽ പ്രൈസ് കൂടുമ്പോൾ കമ്പനിക്ക് എപ്പോഴും ആ ഒരു കോസ്റ്റ് പാസ് ഓൺ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇത് മാർജിനിൽ വോളറ്റിലിറ്റിക്ക് കാരണമാവാം. ഇനി ഇന്നത്തെ നമ്മുടെ ഫിഫ്ത്ത് കമ്പനി വരുന്നത് വീനസ് പൈപ്സ് ആണ്. അപ്പൊ ഇവിടെ കമ്പനി വലിയ ഇൻഡസ്ട്രിയിലെ എക്സ്ട്രീം ഹീറ്റ്, പ്രഷർ, അതുപോലെ ഡേഞ്ചറസ് കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് കമ്പനി ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ് സെഗ്മെന്റിലേക്കും കൂടി കയറുവാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് പൈപ്പിംഗ് സൊല്യൂഷൻസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 പ്രകാരം കമ്പനിയുടെ റവന്യൂന്റെ 36% എക്സ്പോർട്സിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം വാല്യൂഷൻ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ P26x ആണ്. അപ്പോൾ ഇത് അവർ ഹിസ്റ്റോറിക്കൽ മീഡിയനായ 35.4x താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 43% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് PG റേഷ്യോ വരുന്നത് 0.61x ആണ്. അപ്പോൾ ഇത് അവരുടെ കറന്റ് വാല്യൂഷൻ ഇവിടെ റീസണബിൾ ആക്കുന്നുണ്ട്. ഇപ്പോൾ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 23% വളർന്ന് 864 കോടിയായി. എന്നാൽ എബിറ്റ 12% മാത്രമേ ഇവിടെ വളർന്നിട്ടുള്ളൂ. കാരണം മാർജിനിൽ കുറച്ച് കംപ്രഷൻ കണ്ടു. 18% നിന്ന് 16% ഇടിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മാർജിൻ ഡിക്ലൈൻ്റെ മെയിൻ കാരണം US അതിൽ മിഡിൽ ഈസ്റ്റിലെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അതേസമയത്ത് Q2 അല്ലെങ്കിൽ Q3 US എക്സ്പോർട്ട് കുറഞ്ഞുകൊണ്ട് വെൽഡഡ് പൈപ്പ് സെഗ്മെന്റ് ഗ്രോത്ത് ഇവിടെ സ്ലോ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ എക്സ്പോർട്ട് കാരണം മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടാവുന്ന കമ്പനിക്ക് ഇവിടെ ഒരു റിസ്ക് ആണ്. ഇനിയിപ്പോൾ ഡിസംബർ 2025 പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് 470 കോടി എത്തിയിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2025 ഫൈനാൻഷ്യലിന്റെ 49%. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞേക്കുന്നത് 2027 ഫൈനാൻഷ്യലിൽ കമ്പനി 20% റവന്യൂ ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ്. അതേസമയത്ത് പുതിയ ഫിറ്റിംഗ്സ് അതിൽ വാല്യൂ ആഡഡ് വെൽഡഡ് പൈപ്സ് ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേഷണൽ ആയിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് പീക്ക് യൂട്ടിലൈസേഷനിൽ ഇയർലി ഏകദേശം 350 കോടിയുടെ ആനുവൽ റവന്യൂ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇവിടെ കൂടി. ഇൻവെന്ററി ഹോൾഡിംഗ് ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 143 ദിവസം 196 ദിവസമായിട്ട് കൂടി. അപ്പോൾ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ അത് ലിക്വിഡിറ്റിയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ക്യാഷ് റിയലൈസേഷൻ കുറച്ച് വർഷങ്ങളായിട്ട് വോളറ്റൈൽ ആയിട്ട് ഇവിടെ നിന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഫണ്ടമെന്റൽസും ഗ്രോത്ത് ഡ്രൈവറും അതിലെ റിസ്ക് എല്ലാം ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക്? കൂടാതെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള വേറെ ഏതൊക്കെ സ്റ്റോക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.